ഹലോ ഡിയേഴ്സ്, അബിവിലെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഓർക്കിഡൊക്കെ മാറ്റി നട്ടു കേട്ടോ. പിന്നെ നമുക്ക് പുകയും കൊണ്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമേ. നല്ല മസാലയൊക്കെ ഇട്ടുള്ള ടേസ്റ്റ് ഉപ്പുമാവേ. അങ്ങനെ ഞാൻ നമ്മളുടെ 2 സൈസ് ഓർക്കിഡ് നട്ടു വെച്ചിരുന്നേ. രണ്ടും ഞാൻ വാടി പോകാതിരിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഒരു ചെടിച്ചെടി നട്ടു വെച്ചിരുന്നതാണ് കേട്ടോ. അതിൽ ഒരു ഓർക്കിഡിന് മുട്ട കൊന്നു തുടങ്ങി, ഒരു ഓർക്കിഡിലാണെങ്കിൽ അതിൻ്റെ പുതിയൊരു മുള പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നട്ടു വെച്ചിരുന്നത് നമ്മുടെ ഇസഡ് പ്ലാന്റിൻ്റെ മൂട്ടിൽ നട്ടു വെച്ചിരുന്നത്. ഒരു ചെടിച്ചട്ടിയിൽ ഒന്നിലധികം ചെടികൾ നിന്നാലും ഈ ഒന്നിനും പുഷ്ടി ഉണ്ടാവില്ല, ഒന്നും മര്യാദയ്ക്ക് വളരില്ല. അപ്പോൾ എന്താണെങ്കിലും രണ്ടും മാറ്റിയേക്കാമെന്ന് വിചാരിച്ച് 2 ഓർക്കിഡ് ഞാൻ മാറ്റി കേട്ടോ. എന്തായാലും 2 ഓർക്കിഡും ചെടിച്ചട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ വളർന്നു വരുന്നുണ്ട്. എന്നാൽ പിന്നെ ചെടിച്ചട്ടിയിലേക്ക് തന്നെ മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ 2 എണ്ണം ചെടിച്ചട്ടി എൻ്റെ ഒരു കാലിയായിട്ടിരിപ്പുണ്ടായിരുന്നു, അതിലേക്ക് മാറ്റി നട്ടു കേട്ടോ. 2 പേരെ ഞാൻ എന്നും പോയി നോക്കുന്നുണ്ട് അവരുടെ പ്രോഗ്രസ് എങ്ങനെയാണെന്നൊക്കെ. പിന്നെ ഇത് രാത്രിയിൽ തുണികൾ കഴുകിയിട്ടു. അവിടെയും എന്നെ സഹായിക്കാൻ എൻ്റെ അപ്പൂസ് കൂടെ നിൽപ്പുണ്ട് കേട്ടോ. ഞാനും വിരിക്കാമേ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവൻ വിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞാൻ എന്നും അഭിമോൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ അഭിമോളുടെ റൂമിൽ കയറി വൃത്തിയാക്കാൻ കയറും കേട്ടോ. എത്ര വൃത്തിയാക്കി കൊടുത്താലും അത് രാത്രി ആകുമ്പോഴേക്ക് വീണ്ടും അത് അലങ്കോലമാവും. അവ പഠിക്കുന്നതും എഴുതുന്നതും വരയ്ക്കുന്നതും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. ബുക്കുകളൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടാവും. പിന്നെ ടൈം ടേബിൾ നോക്കി എടുത്ത് വെക്കുന്നതനുസരിച്ച് ബാഗിലുള്ളതൊക്കെ പുറത്തുണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അവൾ വരയ്ക്കണതും കളർ ചെയ്യണതും പെയിൻറ്റ് ചെയ്യണതും എല്ലാം ടേബിൾ ഇരുന്നുകൊണ്ടാണ്. അപ്പം അതിൻ്റെ പെയിൻറ്റും കളറും ഒക്കെ എല്ലാം ടേബിളുണ്ട് കേട്ടോ. ചിലപ്പോഴൊക്കെ അവൾ സ്വയം വൃത്തിയാക്കി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇന്ന് രാവിലത്തെയാണ്. ടോമിയുടെ സൈഡിലേക്കുള്ള ജനലാൻ തോന്നിട്ടപ്പോൾ നമ്മുടെ ടോമി ആണെങ്കിൽ രാവിലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. കുറച്ച് നെയ്യൊക്കെ ചപ്പാത്തിൻ്റെ മേളിൽ തേച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി കൂടാണ്ട് നമ്മൾ പുക ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വെള്ളവലാണ് ചേർക്കണത്. അപ്പോൾ ആദ്യം ഞാൻ പാൻ ചൂടായപ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു. അതിനകത്ത് പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിൽ നമ്മുടെ കടുകൊക്കെ പൊട്ടിച്ചു. അതിലേക്ക് പിന്നെ സവാളയൊക്കെ ഇട്ട് വഴറ്റി. പിന്നെ അതിലിച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് കേട്ടോ. പിന്നെ സവാള ഒന്ന് പകുതി വഴറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാക്കി പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ പച്ചമുളകൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ പച്ചമുളക് മാറിയ ശേഷം പിന്നെ നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് ആ മുട്ടയിലേക്ക് തന്നെയാണ് നമ്മുടെ ഈ അവൽ വെള്ളവലാണ് വെള്ളവൽ ഇട്ട് കൊടുത്തിട്ട് ആ മുട്ടയുടെ നനവിലാണ് നമ്മൾ ഈ അവൽ നനച്ച് അതിൽ ആ ഒരു മയം കിട്ടുന്നത് കേട്ടോ. അങ്ങനത്തെ ഈ മുട്ടയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ വെള്ള അവൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആ അവലിൻ്റെ കട്ടി കുറഞ്ഞ് ആ മുട്ടയുടെ നനവ് കൊണ്ട് അത് സോഫ്റ്റായി മാറും കേട്ടോ. നല്ല ടേസ്റ്റാണ് മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പം. ഇവിടെ അവൽ വാങ്ങണത് 2 കാര്യങ്ങൾ കാണും കേട്ടോ. ഒന്ന് അപ്പത്തിന് അരയ്ക്കാനും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാനുമാണ് കേട്ടോ. അല്ലാണ്ട് അവൽ നനച്ച് പഞ്ചസാരം തേങ്ങയിട്ട് അങ്ങനെ കഴിപ്പ് കുറവാണ്. അതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാണ് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.